കോട്ടയം ജില്ലയിലും വ്യാപകമായ നാശനഷ്ടമാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും പലയിടങ്ങളിലും മഴ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്താണ് നിലവിലെ അവസ്ഥ? സുരേഷ്, കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളായ മണിമല, മീനച്ചിൽ ഈ രണ്ട് ആറുകൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഏറ്റവും അപകടകരമാകുന്ന ഒരു അവസ്ഥയായിരുന്നു പുലർച്ചെ ഉണ്ടായിരുന്നത്. ഉരുൾപൊട്ടലാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. അതോടെ തന്നെ അതിതീവ്രമായുള്ള മഴയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ജില്ലയിൽ ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്കാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ കാലാവസ്ഥയിൽ ഒരു ചെറിയ മാറ്റം കൂടി ഉണ്ടായിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന ഇടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജലനിരപ്പിൽ കാര്യമായ ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇരുകരയും മുറ്റിയൊഴുകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ മീനച്ചിലാറിലും മണിമലയാറിലും ഉള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഇവരെ സുരക്ഷിതമായുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ ചെയ്തു വരികയാണ്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു നടപടികളിലേക്ക് കൂടി എത്തിയിട്ടുമുണ്ട്. ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും മറ്റ് സന്നദ്ധ സേവകരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തീക്കോയി അടക്കമുള്ള മേഖലകളിൽ, അതായത് പാലാ, തീക്കോയി, ഈരാറ്റുപേട്ട അടക്കമുള്ള മേഖലയിൽ, പൂഞ്ഞാർ അടക്കമുള്ള മേഖലകളിലാണ് ഈ അതിതീവ്രമായിട്ടുള്ള മഴ, അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഏറ്റവും വലിയ ആശങ്കയും ഏറ്റവും വലിയ നാശവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെയോടെയായിരുന്നു സംഭവങ്ങളുടെയൊക്കെ തന്നെ തുടക്കം. നിരവധി ഉരുളുകളാണ് ഈ മേഖലയിൽ പൊട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുണ്ടക്കയം, വല്യന്ത അടക്കമുള്ള മേഖലകളിലും ഇത്തരം ഇളങ്കാട് അടക്കമുള്ള മേഖലകളിലും ഈ വെള്ളപ്പൊക്കം അതിരൂക്ഷമായി തന്നെ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് എല്ലാവരെയും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സുരേഷ്, അരുൺ കൊടുങ്ങൂരാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ അപകടമുണ്ടായിട്ട് 14 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. റെസ്ക്യൂ ബോട്ട് എത്തിയിട്ടില്ല എന്നാണ് അസിസ്റ്റന്റ് ഹാർബർ എഞ്ചിനീയർ നൽകുന്ന മറുപടി. ചെറുവള്ളങ്ങൾക്കോ മറ്റ് ബോട്ടുകൾക്കോ ഉയർന്ന തിരമാലകൾ കാരണം തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ല. തെരച്ചിലിനായി നേവിയുടെ സഹായം തേടിയിട്ടുണ്ട് സർക്കാർ. ഇപ്പോൾ മുതലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, 14 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ പോലും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. എന്ത് ന്യായീകരണമാണ് ഇതിനെ ബന്ധപ്പെട്ടവർ നൽകുന്നതിനൊപ്പം നാട്ടുകാരുടെ പ്രതിഷേധം എത്രത്തോളം ശക്തമായി തുടരുകയാണ്? KP ശക്തമായ പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി, അതായത് ഇന്നലെ രാത്രി 8 മണിക്കാണ് ഇതുമായി 8:30 കൂടിയാണ് ഈ വെള്ളം മറിയുന്നത്. 9 മണിയോടുകൂടി തന്നെ ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരങ്ങൾ അറിയിക്കുന്നു, മറ്റു അധികൃതരോട് വിവരങ്ങൾ അറിയിക്കുന്നു. എന്നാൽ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇന്ന് ഈ നിമിഷം വരെയും രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നോ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നോ ഒന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഈ 2 മനുഷ്യജീവനുകൾ കടലിൽ പൊതിഞ്ഞിട്ടും അവരെ കണ്ടെത്തുന്നതിനോ തെരച്ചിൽ നടത്തുന്നതിനോ ഉള്ള ഒരു നടപടിയും ഈ അധികൃതരുടെ ഭാഗത്തുണ്ടായില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊല്ലം നീണ്ടകരയിൽ നിന്നും ശംഖുമുഖത്തു നിന്നും അടക്കം, അതായത് വിഴിഞ്ഞത്തു നിന്നും അടക്കമുള്ള ബോട്ടുകൾ ഇവിടേക്ക് റെസ്ക്യൂ ബോട്ടുകൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേവിയുടെ സഹായവും സർക്കാർ തേടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹെലികോപ്റ്റർ വഴി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ഒരു മാർഗങ്ങളടക്കം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നുണ്ട്. സ്ഥലത്ത് വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെ, അഞ്ചുതെങ്ങ് വർക്കല റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെ പ്രദേശവാസികൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള നടപടികൾ, അതായത് ഈ മുതലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതത് പ്രാദേശികരായിട്ടുള്ള ആളുകളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും ഇപ്പോൾ ദൗർഭാഗ്യകരമായിട്ട് പറയുന്നത്. ഈ നാട്ടുകാർ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ 8:30 ഇന്നലെ രാത്രി 8:30 അപകടം നടക്കുന്നു. അതിനുശേഷം കോസ്റ്റൽ പോലീസിൽ വിവരം അറിയിച്ചു. കോസ്റ്റൽ പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ, അതായത് ഈ അപകടത്തിൽപ്പെട്ട ബോട്ടിലുണ്ടായിരുന്ന 2 പേരാണ് കോസ്റ്റൽ പോലീസിനെ സമീപിക്കുന്നത്. കോസ്റ്റൽ പോലീസിനെ അറിയിക്കുമ്പോൾ കോസ്റ്റൽ പോലീസ് അവരോട് പറയുന്നത് നിങ്ങൾ പോയി തിരയൂ എന്ന് പറഞ്ഞു എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം ഇപ്പോൾ പറയുന്നത്. അത്തരത്തിലൊരു അനാസ്ഥ കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന അടക്കമുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ജനങ്ങൾ, പ്രദേശവാസികളെല്ലാം, മത്സ്യത്തൊഴിലാളികളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെ ഈ മുതലപ്പുഴയുടെ ഹാർബർ മേഖലകളിലും, അതായത് ഹാർബറിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷന്റെ പരിസരങ്ങളിലും എല്ലാം പ്രദേശവാസികൾ ഉപരോധം നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഈ മുതലപ്പുഴയുടെ
മുതലപ്പൊഴി ഭാഗങ്ങളിലെല്ലാം, അതായത് ഈ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ ഭാഗം, അവിടേക്ക് പുലിമുട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കുറെ പ്രദേശവാസികൾ അവിടെ എത്തിയിട്ടുണ്ട്. രമ്യ ഹരിദാസ് MLA അടക്കുമ്പോൾ അവർ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് വലിയ രീതിയിൽ പരാതിയായിട്ട് ഇവർ ഉന്നയിക്കുന്നത്. അതായത് ഇത്തരത്തിൽ മണിക്കൂറുകൾ പിന്നിടുന്നു. നമുക്കറിയാം, കഴിഞ്ഞ രാത്രി 8 മണി എന്ന് പറയുമ്പോൾ ഇന്ന് മണിക്കൂറുകൾ പിന്നിടുന്നു. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും രക്ഷാപ്രവർത്തനം എങ്ങും എത്തുന്നില്ല എന്നതാണ് വലിയ പരാതിയായി പ്രദേശവാസികൾ ഉയർത്തുന്നത്. അവർ ആരോപിക്കുന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അടിയന്തരമായിട്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതാണ്. എന്നാൽ അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥാനത്ത് നിന്നും യാതൊരു നടപടികളും ഉണ്ടാവുക വലിയ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടാകുന്നു. നേരത്തെ ഇവർ പറയുന്നതാണ്, ഈ പ്രദേശവാസികളും കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ചേർന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചത് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന തരത്തിലുള്ള ബോട്ട് സംവിധാനം ഇവിടെ എത്തിക്കും, റെസ്ക്യൂ ബോട്ടുകൾ എത്തിക്കും, അതോടൊപ്പം തന്നെ മറ്റു നടപടികളൊക്കെ ചെയ്യുമെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ മിനിറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ പറഞ്ഞിട്ടുള്ള യാതൊരു നടപടികളും ഈ അധികൃതരുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല. ഇതെല്ലാം മിനിറ്റ്സ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. ഇത്തരം നടപടി കനത്ത അലംഭാവമാണ് ഈ കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തും ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് അടക്കം ഉപരോധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തിരുവനന്തപുരം വർക്കല തീരദേശ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. കോസ്റ്റൽ പോലീസിനെതിരെയും അതോടൊപ്പം തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനെതിരെ എല്ലാം ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം തന്നെയാണ്. കാരണം 14 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെയും രക്ഷാപ്രവർത്തനമൊന്നും തുടങ്ങി വെക്കാൻ പോലും ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല. നൽകിയ ഉറപ്പുകൾ ഒരു തരത്തിലും പാലിച്ചില്ല എന്നടക്കമുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് പ്രദേശവാസികളുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്. പ്രതിഷേധം തുടരുകയാണ്.